വീട്ടിൻ്റെ മുന്നാന്നേ. മുന്നിൽ വയലേനു. ഇപ്പം വയലൊന്നും കാണുന്നില്ല. ഫുൾ വെള്ളം കയറിയിട്ടുള്ളേ. പുഴയിൽ ഇങ്ങോട്ടേക്ക് വെള്ളം കയറിയിട്ടുള്ളേ. ഇന്നലെ ഇങ്ങനെയൊന്നല്ലേനു, മൊത്തം നിറഞ്ഞിട്ടേനുള്ള. ഇപ്പം മഴ കുറഞ്ഞുകൊണ്ട് വെള്ളം കുറച്ച് താണിട്ടുണ്ട്. നമ്മളിന്ന് കൊട്ടിയൂര് പോകാൻ പോവാന്ന്. പക്ഷേ റിസ്ക് എടുത്ത് പോവാന്ന്. ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളെ വീടിൻ്റെ മുന്നിൽ തന്നെ ഭയങ്കര വെള്ളമാണ്. അപ്പം അറിയില്ല എങ്ങനെ അവിടെ ഉള്ളതെന്നെല്ലാം. നമുക്ക് പോയി നോക്കാം. ഇത് കൊട്ടിയൂര് പോകുമ്പോഴുള്ള റൂട്ടാണ്. മൊത്തം അങ്ങനെയൊക്കെ ഫുൾ കാടാണ്. നല്ല അടിപൊളി വൈബാണ് ഇവിടെ പോകാന്. മഴ കൂടിയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ ഇത് റിസ്ക്കാണ്. കൊട്ടിയൂരെത്തിയപ്പോൾ ഭയങ്കര മഴയേനു. അതുകൊണ്ട് നമ്മളൊരു കടേൻ്റെ മുന്നിൽ കയറി എന്ന്. പിന്നെ നമ്മൾ അക്കരെ കൊട്ടിയൂർ പോകുമ്പോൾ ഒരു പാസാര കട ഉണ്ട്. അതിൽ നിന്ന് എനിക്കൊരു പാസാര ഇഷ്ടമായപ്പോൾ അവർ പറഞ്ഞ് കാലിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ അയ്യേച്ചി തന്നെ എനിക്ക് കാലിട്ട് തന്ന്. എനിക്കത് ഇഷ്ടപ്പെട്ട് ഞാനത് എടുത്ത്. പിന്നെ അയ്യേച്ചി എനിക്കൊരു ഗിഫ്റ്റ് തന്നു, ഒരു റിങ്. എനിക്കത് ഭയങ്കര സന്തോഷമായി. സാധാരണ അങ്ങനെ നമ്മളെപ്പം കാണുന്ന ആൾക്കാരുടെ ഗിഫ്റ്റ് ഒന്നുമില്ല. ഇത് പെട്ടെന്ന് ഒരാൾ കണ്ടിട്ട് ഗിഫ്റ്റ് തന്നത് വലിയ കാര്യമല്ലേ. എനിക്കത് ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതൊക്കെ പറഞ്ഞപ്പോൾ അവർ നമ്മുടെ വീഡിയോയിൽ വന്നിട്ട് നമുക്ക് ഹായൊക്കെ പറഞ്ഞ്. ഇതിൻ്റെ അപ്പുറമാണ് അക്കരെ കൊട്ടിയൂര്. പുഴ കടന്നിട്ട് വേണം അക്കരെ കൊട്ടിയൂര് പോകാൻ. ഇവിടുന്ന് രണ്ടാൾ ഒഴുക്കി പെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ആരും കുളിക്കരുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് കണ്ടിട്ടാണ് അക്കരെ കൊട്ടിയൂരെത്താൻ. ഇവിടെ ഇങ്ങനെ ചുറ്റിയിട്ട് പ്രാർത്ഥിക്കണം ഈ വെള്ളത്തിൽ കൂടെ. ഇതിന് കുറേ ഐതിഹ്യ കഥകളൊക്കെ ഉണ്ട്. ഇത് 28 ദിവസം മാത്രം കാട്ടിനുള്ളിൽ തുറക്കുന്ന ഒരു അമ്പലമാണ്. ഇവിടെ ജൂൺ 30 വരെ പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റില്ല, ആണുങ്ങൾക്ക് മാത്രമേ വരാൻ പറ്റൂ. പിന്നെ ആ വെള്ളത്തിലൂടെ നമ്മളും ചുറ്റി. സാധാരണ ഇവിടെ നല്ല തിരക്കുണ്ടാവും ഞാൻ. പക്ഷേ ഇപ്പം ഭയങ്കര മഴയും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ആളുകളൊക്കെ നല്ലോണം കുറവാണ്. അതുകൊണ്ട് ചുറ്റാനൊന്നും വലിയ പ്രശ്നമില്ലേനും. ഇവത്ത് ചുറ്റാൻ പറ്റി. ആനേനെ കാണാൻ പോകാന്നേ. സാധാരണ ആന കുളത്തിലൂടെ നടക്കലുണ്ട്. ഇനിയിപ്പോൾ ആന പന്തിയിൽ കെട്ടിയിട്ടിട്ടുണ്ടാവും. അപ്പം ആനേനെ കാണാൻ പോകും. പിന്നെ ഇവിടെ ഇങ്ങനെ ഓലേനെ കൊണ്ട് ചെറിയ ചെറിയ കുടില് പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ആനപ്പന്തിയിലെത്തി. ആന നമുക്ക് വേണ്ടി പോസ് ചെയ്ത് നിന്നിരുന്നൊക്കെ ഉണ്ട്. മറ്റേ കൊമ്പും മേലെ തുമ്പിക്കൈ കോർത്ത് പിടിച്ചിട്ടൊക്കെ. നമ്മളിങ്ങനെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ അതിന് വീഡിയോ എടുക്കുമ്പോൾ അത് നമ്മളെ തന്നെ നോക്കുന്നുണ്ടേനു. കണ്ടപ്പോൾ ഒരു ചെറിയ പേടി തോന്നി. എന്നാലും ആന പാവാന്ന്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനേനെ. അക്കരെ കൊട്ടൂര് പോയിട്ട് വരുമ്പോൾ കാണുന്ന ഒരിതാണ്. ഇത് മുത്തപ്പനോ അങ്ങനെ ഏതോ ഒരു ദൈവം തോന്നുന്നു. ഇവിടുന്ന് തേങ്ങയും അവിലൊക്കെ കിട്ടും നമുക്ക് കഴിക്കാൻ. കാട്ടിൻ്റെ നടുവിലായിട്ട് അടിപൊളിയാണ്. കിട്ടുന്ന തേങ്ങയും അവിലും. നമ്മൾ വിശന്നിട്ട് നടക്കുമ്പോൾ ഇത് നല്ലതാണ്. വിശന്ന് മാറാനും താഴേക്ക് ഇത് നല്ലോണം എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ നല്ല ചുക്ക് കാപ്പി കുടിച്ച്, അത് സൗജന്യമാണ്, എല്ലാവർക്കും പോയിട്ട് കുടിക്കാം. മഴത്തൊരു ചുക്ക് കാപ്പി കുടിച്ചപ്പോൾ എന്തോ ഒരു ആശ്വാസം തോന്നി. പിന്നെ നമ്മളൊരു കടയിൽ കയറി. അവിടെ നമ്മളെ പണ്ടേത്തെ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നല്ല നൊസ്റ്റാൾജിക് മുട്ടായികളുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാണാനേ കിട്ടുന്നില്ല. മറ്റേ പോപ്പിൻസ് പോലത്തെ വിക്സ് മുട്ടായി, പിന്നെ ജീരക മുട്ടായി, പുളിയച്ചാറ്, പിന്നെ കടലേനെ കൊണ്ടുള്ള കുറേ ഐറ്റംസ്, അങ്ങനെ കുറേ നമ്മളെ ഇപ്പം കാണാത്ത പണ്ടത്തെ കുറേ മുട്ടായൊക്കെ കണ്ട്. അത് കണ്ടിട്ടാണ് ആ കടയിൽ കയറി തന്നെ. പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ച്. മഴയത്തെ ഐസ്ക്രീം കഴിക്കാനൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓടപ്പ് വാങ്ങാൻ പോയി. ഓടപ്പ് എന്ന് വെച്ചാൽ കൊട്ടിയൂരിലെ പ്രസാദമാണ്. കൊട്ടിയൂർ പോയാൽ എല്ലാവരും ഓടപ്പ് വാങ്ങും. അപ്പോൾ ഈ ഓടപ്പ് ആക്കുന്ന കാണിച്ചു തരാമെന്ന് ചോദിച്ചപ്പോൾ അവർ കാണിച്ചു തരാമെന്ന് മറ്റേ നമുക്ക് വേണ്ടിയിട്ട് അത് കാണിച്ചു തന്ന്. നല്ല പിള്ളേരാണ്. സാധാരണ ഇവിടുന്ന് തന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ കൊട്ടിയൂരിൽ തന്നെ 60, 70, 80 വയസ്സൊക്കെയാണ് ഈ ഓടപ്പ് കൊടുക്കുന്നത്. പക്ഷേ ഇവർ നമുക്ക് 50 ഉറുപ്പ്യക്ക് തന്ന്. ഇവരെല്ലാവർക്കും അങ്ങനെയാണ് കൊടുക്കുന്നത്. ചെറിയ വയസ്സൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഓടപ്പ് ഇത് ഇവിടുന്ന് മാത്രമേ ആക്കാൻ പറ്റൂ. വേറെ സ്ഥലങ്ങളിലൊന്നും ഇതാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഇവിടെ തന്നെ കൊണ്ടുപോയിട്ട് ആക്കുന്നത്. ഈ മുള മുറിച്ചിട്ട് അതിങ്ങനെ തച്ച ഉടച്ചിട്ടാണ് ഇതാക്കുന്നത്. ഇത് കൊട്ടിയൂരിൽ വരുന്ന എല്ലാവരും വാങ്ങിയിട്ട് വീട്ടിൻ്റെ മുന്നിൽ തൂക്കിയിടും. ഇത് കൊട്ടിയൂരിലെ പ്രസാദമാണ്. പിന്നെ അതുപോലെ ഇത് ഇവർ ഹോം ഡെലിവറി ആയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹോം ഡെലിവറി ആയിട്ട് വേണ്ടവർ നമ്മൾ ഇവരെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചാൽ മതി.
ഇവർ നമുക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി തരുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ട് നല്ല ഫ്രണ്ട്ലി പിള്ളേരാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ പരിചയപ്പെട്ട്. ഇതാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളെ മുളയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊരു വലിയ അത്ഭുതം തന്നെയല്ലേ. ഇതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉടപ്പ് ഉണ്ടാവുക. പിന്നെ സാറെല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാവരും. പിന്നെ നമ്മൾ ഇക്കരെ കൊട്ടൂരിൽ പോയി. പക്ഷേ അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ തിക്കും മഴയൊക്കെ അതിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ ഫോണെടുത്തിട്ട് പോകാൻ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ വരുമ്പോൾ ചോറ് കഴിച്ച് 4 മണി നമ്മൾ വരുമ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടേനും. അതുകൊണ്ട് ചോറ് കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി.